എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2025 ചോദിച്ച 10th പ്രിലിമിൻ്റെ അപ് ടു 10th പ്രിലിമിൻ്റെ എക്സാമിൻ്റെ പേപ്പറാണ്. അതിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 15 + 33 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 3 മൈനസ് 10 കണക്കാക്കുക. അതായത് ഇവിടെ എന്താണ്, ആദ്യം ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ബ്രാക്കറ്റ് ആദ്യം റിമൂവ് ചെയ്യണം അല്ലെ. 12 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 4 ആണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 33 ബൈ 11 എത്രയാണ്? 3. അപ്പൊ 3 ഇൻറ്റു 4 മൈനസ് 10. ഇവിടെ എന്ത് വരും? 15 പ്ലസ് അല്ലെ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? 3 ഇൻറ്റു 4 ആണ് ആദ്യം ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്? 12. 15 പ്ലസ് 12 എത്രയാണ്? 27. മൈനസ് 10 എത്രയാണ്? 17. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക, ബോർഡ് മാസ് റൂളാണ്. അതായത് ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക, പിന്നെ ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഇതാണ് ബോർഡ് മാസ് എന്ന് പറയുന്ന റൂള്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം അത് ചെയ്യണം, എങ്കിലേ നമ്മളുടെ ആൻസർ ശരിയാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 36² ബൈ 6² ഈക്വൽ ടു 36² എന്ന് പറഞ്ഞാൽ എന്താണ്? 36 ഇൻറ്റു 36 ആണ് അല്ലെ. 6² എന്ന് പറഞ്ഞാലോ 6 ഇൻറ്റു 6 ആണ്. 6 36 ആയി. അപ്പൊ ഇതില് ഒരു 36 വെട്ടിപ്പോയി അല്ലെ. അപ്പൊ ബാക്കി എത്രയാണ്? 36 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. റൂട്ട് ഓഫ് 0.444 എക്സിട്ര എന്നതിനെ ദശാംശ രൂപത്തിൽ എഴുതുക. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുക? എക്സ് എന്ന് പറയുന്നത് 0.444 ആണെന്ന് വിചാരിച്ചു. 44 എക്സിട്ര ആണെന്ന് വിചാരിച്ചു. അതായത് ഇതിനെ ഭിന്നസംഖ്യയാക്കുക എങ്ങനെയാണെന്നാണ് നമ്മൾ പറയണത് ആദ്യം. ഇനി ഇതില് റിപ്പീറ്റ് ചെയ്യണത് ഒരു സംഖ്യയേ ഉള്ളൂ അല്ലെ. അപ്പൊ 10x 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്താവും? 4.444 എക്സിട്ര ആവും അല്ലെ. ഇനി ഇതിന്ന് ഇത് മൈനസ് ചെയ്താലോ 10x മൈനസ് എക്സ് എത്ര വരും? 9x ഈക്വൽ ടു 4.44 മൈനസ് 0.44 എക്സിട്ര. അതായത് ഈ ഭാഗം മുഴുവൻ മൈനസ് ആയി പോയി അല്ലെ. പിന്നെ എത്രയുള്ളത്? 4 മാത്രമേ ഉള്ളത്. അപ്പൊ എക്സിനെ എന്ത് പറയാം? 4/9. അപ്പൊ ഈ പറയുന്ന സംഖ്യ 0.444 ഭിന്നസംഖ്യയിൽ എഴുതിയ എന്താണ്? റൂട്ട് ഓഫ് 4/9 ആണ്. 4ന്റെ റൂട്ട് എത്രയാണ്? 2. 9ന്റെ റൂട്ട് എത്രയാണ്? 3. അപ്പൊ 2/3. 2/3 എങ്ങനെയാണ് എഴുതുക? അതായത് 2ല് പൂല, അപ്പൊ പോയിന്റ് ഇട്ടു. 20ല് 6 3 18, പിന്നെയും 20 ആവും. 6 3 18, അങ്ങനെ പോവും അല്ലെ. 0.666. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1.5² ഇൻറ്റു 0.2² എത്ര? അതായത് ഇവിടെ നമുക്ക് എന്താണ്, ഇത് രണ്ടും സെയിം ആണ് അല്ലെ. അതായത് ഈ 2 എന്നുള്ളത് ഇതിലും ഇതിലും സെയിം ആവുമ്പോ നമുക്ക് എന്താ എഴുതാം? a ഇൻറ്റു m ഹോൾ റേസ് ടു n എന്ന് എഴുതാം അല്ലെ. a റേസ് ടു n ഇൻറ്റു m റേസ് ടു n അല്ലെ. അപ്പൊ am ഹോൾ റേസ് ടു n എന്ന് എഴുതാം. അപ്പൊ എന്താണ്? 1.5 ഇൻറ്റു 0.2 എത്രയാണ്? അതായത് 15 ഇൻറ്റു 2 30 ആണ്. പിന്നെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥാനവും ഇവിടെ ഒരു സ്ഥാനവും ഉണ്ട് വെച്ചെങ്കിൽ ആൻസറിലെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം അല്ലെ. 0.30. ഇനി അതിന്റെ സ്ക്വയർ എടുക്കണം. അതായത് 0.30 എന്ന് പറഞ്ഞാൽ 0.3 തന്നെ. അപ്പൊ 0.3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലോ 0.3 ഇൻറ്റു 0.3 ആണ്. 3 9. 2 സ്ഥാനം വേണം അല്ലെ. ഇവിടെ ഒരു സ്ഥാനം ഉണ്ട്, ഇവിടെ ഒരു സ്ഥാനം ഉണ്ട്. അപ്പൊ എന്താ എഴുതണം? 0 എഴുതണം, പിന്നെ പോയിന്റ് ഇടണം. അപ്പൊ എന്താണ് ആൻസർ? 0.09 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 52 കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗതയിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം? അപ്പൊ ഇതിന്റെ വേഗത എന്ന് പറയുന്നത് എന്താണ്? വേഗത എന്ന് പറയുന്നത് 52 കിലോമീറ്റർ പെർ അവർ ആണ്, അതായത് മണിക്കൂറാണ്. അപ്പൊ ഒരു മണിക്കൂറില് എത്ര എന്ന് പറയുന്നത് 52 കിലോമീറ്റർ ആണ് അല്ലെ.
അപ്പൊ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? 52 × 6 അല്ലെ? ഈ 6 12, 1 6 31 31 312 കിലോമീറ്റർ. എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 0 1 1 2 3 5 8 അടുത്ത സംഖ്യ. അതായത് 0ന്റെ കൂടെ 1 കൂട്ടിയപ്പോ 0 1 കൂടി കൂട്ടിയപ്പോ ഇവിടെ 1 വന്നു. 1 1 കൂട്ടിയപ്പോ 2 വന്നു. 2 1 കൂട്ടിയപ്പോ 3 വന്നു. 3 2 കൂട്ടിയപ്പോ 5 വന്നു. 5 3 8 കൂട്ടിയപ്പോ 8 വന്നു. അപ്പൊ മുന്നിലെ 2 സംഖ്യകളാണ് തുക കാണണം. 8 + 5 അപ്പൊ എത്രയാണ്? 13. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി. അത് വിൽക്കുമ്പോൾ 12% ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? അപ്പൊ വാങ്ങിയ വില എന്താണെന്ന് തന്നുണ്ട്? 1200 രൂപയാണെന്ന് തന്നുണ്ട് അല്ലെ? വിറ്റപ്പോ എത്ര ശതമാനം ലാഭം ലഭിക്കണം? 12% ലാഭം ലഭിക്കണമെങ്കിൽ അയാൾ വിറ്റുണ്ടാവുക 112%-ത്തിനാവും അല്ലെ? 100% എന്ന് പറയുന്നത് ഈ വാങ്ങിയ വില തന്നെ. അതും കഴിഞ്ഞ് പിന്നെ 12% കൂടി കൂട്ടിയപ്പോഴാണ് നമുക്ക് ലാഭം 12% ലഭിക്കുക. അപ്പൊ എന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം? 1200ന്റെ 112% കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് 12% ലാഭം ലഭിക്കുക. അപ്പൊ ഇത് എത്രയാണ്? 112 × 12. അതെങ്ങനെയാ വേഗത്തിൽ ചെയ്യാ? 112 × 10 + 2 അല്ലേ? 112 × 12 എന്ന് പറയുന്നത് 10 + 2 എന്ന് എഴുതി. അപ്പൊ 1120 പിന്നെ എന്താണ്? 224. അപ്പൊ എത്രയാണ് വരിക? 4 4 3 1 1344. സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 and 1/2 -1/8 -1/16 = 2 and 1/2നെ ഞാൻ വിഷമഭിന്നാക്കി. എങ്ങനെയാണ്? ഈ 2 4 4 + 1 5. അപ്പൊ 5/2 എന്നുള്ളതാണ് അത്. -1/8 -1/16. അപ്പൊ ഇതിന്റെ LCM എന്ത് വരും? 2ലും 8ലും 16ലും. അപ്പൊ എന്ത് വരും? 16 പോവും എല്ലാത്തിലും അല്ലെ? അപ്പൊ 16 ആവുമ്പോ ഇതിനെ 8 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മുകളിലും ഗുണിക്കണം അല്ലെ? അപ്പൊ 8 5 40 -2 -1. അപ്പൊ എത്രയാണ് വരിക? 37/16. ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? ശരാശരി എങ്ങനെയാ കാണുക? ആകെ തുക ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണം അല്ലെ? തുക ഡിവൈഡഡ് ബൈ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നതാണ് ശരാശരി. ശരാശരി. അപ്പൊ ശരാശരി എത്രയാന്ന് തന്നിട്ടുണ്ട്? 11 ആണെന്ന് തന്നിട്ടുണ്ട്. കുട്ടികളുടെ എണ്ണമോ 35. അപ്പൊ തുക കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ശരാശരി 11 ആണ് കേട്ടോ. അപ്പൊ തുക എന്താണ് വരിക? 35 × 11. ഇനി ഒരാളെയും കൂടി കൂട്ടിയപ്പോ എന്തായി? ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി അല്ലെ? അപ്പൊ തുക എന്തായിരിക്കും? തുക എന്ന് പറയുന്നത് 12 × 35 എന്നുള്ളത് 36 ആയി അല്ലെ? 36. ഇനി ഇതിന്റെ ഡിഫറൻസ് കണ്ട നമുക്ക് ആൻസർ കിട്ടി. 35 × 11 ചെയ്യാൻ വേഗത്തിൽ ചെയ്യാനുള്ള വഴി എന്താണ്? 3 എഴുതുക, 5 എഴുതുക, ഇത് രണ്ടും കൂടി കൂട്ടുക, അത് നടുവിൽ എഴുതുക. 385. ഇനി 36 × 12 എങ്ങനെ ചെയ്യും? 36 × 10 + 2 അതായത് 360 72. അതെത്രയാണ്? 2 7 6 13 1 432. 432 385 മൈനസ് ചെയ്താൽ എത്ര വരും? 432 - 385. അതായത് 7 5 12 1 9 4 13 അല്ലെ? 47. അപ്പൊ ഏതാണ്? സി എന്നുള്ളതാണ്. ഇനി എളുപ്പ വഴി സെക്കൻഡിലെ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ്? ആകെ കുട്ടികളെ എത്രയുണ്ട്? 35 കുട്ടികൾ അല്ലെ? ആകെ കുട്ടികൾ ഉണ്ടായിരുന്നത് 35 പ്ലസ് ശരാശരിയിൽ വ്യത്യാസം എത്രയാണ്? 1 അല്ലെ? 1. പിന്നെ പുതിയ ശരാശരി എത്രയാണ്? 12
അല്ലെ? അപ്പൊ 1 ഇൻറ്റു 12. അപ്പൊ 35 പ്ലസ് 12 എത്രയാണ്? 47. ഇതാണ് ആൻസർ. അതായത് പഴയ കുട്ടികള് പ്ലസ് ശരാശരിയിൽ വ്യത്യാസം ഇൻറ്റു എന്താണ്? ഇൻറ്റു പുതിയ ശരാശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണുക. ലസാഗു. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 3, 5, 7, 9 അല്ലെ? ഇതിന്റെ ലസാഗു കാണണം എന്ന് പറഞ്ഞാൽ ഇതില് മൂന്നിലും പോണത് എല്ലാത്തിലും പോണതുണ്ടോ? ഇല്ല. രണ്ടെണ്ണത്തിലെങ്കിലും പോണത് ഏതാണ്? 3 അല്ലെ? അപ്പൊ 1, 1, 5, 7, 3. ഇനി ഏതിലെങ്കിലും പോവുന്നതുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 7 5 35. 35 ഇൻറ്റു 9. 9 5 45. 4 3 27 4 31. 315 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളയുടെ കോഡ് JFQBKB ആയാൽ ഒഡീഷയുടെ കോഡ് എന്ത്? അതായത് കേരള എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? കെ കഴിഞ്ഞ കെന് മുന്നേ അല്ലെ? HIJK ആണ് വരുന്നത്. അപ്പൊ അതിന് മുന്നേ ഉള്ളതാണ്. അപ്പൊ ഓന് മുന്നേ എന്ത് വരും? N വരും അല്ലെ? N ഉള്ളത് 2 എണ്ണം ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിലെ വ്യത്യാസം ഉള്ളത് നോക്കാം. വ്യത്യാസം ഉള്ളത് എന്താണ്? NEHTGB അല്ലെ? ടി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് 2 എണ്ണാണ് പിന്നെ നോക്കേണ്ടത്. അപ്പൊ നോക്കൂ, ആവുമ്പോ ലാസ്റ്റ് ആവുമ്പോ അതായത് ഒന്നിടെ വിട്ടിട്ടാണ് നമ്മൾ നോക്കണത്. കഴിഞ്ഞ F ആണ് വരുന്നത് അല്ലെ? 6ന് മുന്നേ ആണ് വരുന്നത്. അപ്പൊ ഒന്നിടെ വിട്ടിട്ട് നമ്മള് ഏത് ചെയ്യണം? മുന്നിലുള്ളതും പിന്നിലുള്ളതും നോക്കണം. അപ്പൊ ഇതിന് മുന്നേ ഉള്ളതാണ് നോക്കിയത്. പിന്നെ D കഴിഞ്ഞ E അല്ലെ? ഐന് മുന്നേ എന്താണ്? H അല്ലെ? S കഴിഞ്ഞിട്ട് T. പിന്നെ എന്താണ്? Hന് മുന്നേ G അല്ലെ? A കഴിഞ്ഞിട്ട് B. അപ്പൊ ഏതാണ് വരിക? A എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്ന് അനുവിന്റെ സ്ഥാനം. അതായത് അനു 20 വരെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി ഇനി എത്ര കുട്ടികൾ ഉണ്ടാവും? 30 കുട്ടികൾ ഉണ്ടാവും അല്ലെ? ബാക്കി 30 കുട്ടികളാണ് അവിടെ ഉണ്ടാവുക. കാരണം 50 കുട്ടികളാണ് ആകെയുള്ളത്. അപ്പൊ 30 കുട്ടികൾ ഈ അനുവിന്റെ ബാക്കിൽ ഉണ്ടാവും. അപ്പൊ പിറകിൽ നിന്ന് എണ്ണുമ്പോ അനു എത്രാമത്തെ ആയിട്ട് വരും? 30 കഴിഞ്ഞാൽ 31ാമത്തെ ആയിട്ട് വരും. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5 126 ആണ് വെച്ചെങ്കിൽ 9 എത്രയാണെന്ന്. അതായത് 5ന്റെ ക്യൂബ് എത്രയാണ്? 125 പ്ലസ് 1 ആണ് 126. അപ്പൊ 9ന്റെ ക്യൂബ് എത്രയാണ്? 9 സ്ക്വയർ 81 ആണ്. ഇൻറ്റു 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 729 ആണ്. 729 പ്ലസ് 1 എത്രയാണ്? 730. A എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 146 156 176 196. അതായത് ഇതിൽ ഒരെണ്ണം മാത്രമേ സ്ക്വയർ ഉള്ളൂ അല്ലെ? 14ന്റെ സ്ക്വയർ ആണ് 196 അല്ലെ? നോക്കൂ, 14 4 16 ബാക്കി 1 1 4 4 1 5 1 4 4 1 1 196. കണ്ടോ? അപ്പൊ ഇത് മാത്രമാണ് അതില് ഒറ്റയാൻ. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലസ് ഈക്വൽ ടു ഇൻറ്റു. അപ്പൊ ഇതില് നമ്മൾ ഓരോന്നും എഴുതി നോക്കാം. പ്ലസിന് പകരം എന്ത് എഴുതണം? ഇൻറ്റു വരണം. ഡിവൈഡഡ് ബൈന് പകരം എന്ത് വരണം? പ്ലസ് വരണം. മൈനസിന് പകരം എന്ത് വരണം? ഡിവൈഡഡ് ബൈ വരണം. ഇൻറ്റുവിന് പകരോ മൈനസ് വരണം. അപ്പൊ ഇനി നമുക്ക് ആദ്യം ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 3 ആണ് അല്ലെ? 5 ഇൻറ്റു 6 പ്ലസ് 3 മൈനസ് 10 എന്നായി
അല്ലെ? അതായത് ഡിവിഷൻ ഞാൻ ആദ്യം ചെയ്തു, അപ്പൊ 3 വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇൻറ്റു ചെയ്യണം. 5 × 6 ആദ്യം ചെയ്യണം. അത് എത്രയാണ്? 6 30 പ്ലസ് 3 33 മൈനസ് 10 23. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2/3 പ്ലസ് എക്സ് ഈക്വൽ ടു 5/x. എക്സിന്റെ വില എന്ത്? എങ്ങനെ കാണുക? 2/3 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 5/x ആണെന്നുവെച്ചെങ്കിൽ എക്സിനെ ഇവിടെ നിർത്തുക, ബാക്കി ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്ത് വരും? എക്സ് എന്ന് പറയുന്നത് 5/x മൈനസ് 2/3 എന്ന് വരും. ഇതിന് 6 ഛേദം ഒരേപോലെ ആക്കണം വെച്ചെങ്കിൽ 6 ആവും. അപ്പൊ ഇൻറ്റു 2 ചെയ്യണം. ഇവിടെയും ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ എന്ത് വരും? 5 - 4/6 എന്ന് വരും. അത് എത്രയാണ്? 1/6. ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 കിലോമീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള കുറഞ്ഞ അകലം, അതായത് നമ്മൾ കിഴക്കോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 5 മീറ്റർ നടന്നു, പിന്നെ ലംബമായിട്ട് എങ്ങോട്ട് നടന്നു? വടക്കോട്ട് നടന്നു. അപ്പൊ ലംബമാണ്, അപ്പൊ ഇത് മട്ടത്രികോണായി വന്നു അല്ലെ? 12 മീറ്റർ നടന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? മട്ടത്രികോണത്തിന്റെ കർണം. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ? പാദം സ്ക്വയർ എത്രയാണ്? 25 പ്ലസ് ലംബം സ്ക്വയർ എത്രയാണ്? 12 സ്ക്വയർ 144. അപ്പൊ എത്ര വരും? 169. അതിന്റെ റൂട്ട് കാണണം, അപ്പോഴാണ് ഈ കർണം കിട്ടുക അല്ലെ? കർണം സ്ക്വയർ ആണ് ഇത്. അപ്പൊ കർണം കിട്ടാൻ വേണ്ടി റൂട്ട് ചെയ്യണം. റൂട്ട് 169 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 13. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുസ്തകങ്ങൾ ലൈബ്രറിയിൽ കാണും അല്ലെ? സിനിമ എവിടെയാ കാണുക? തിയേറ്ററിലാണ് കാണുക. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എയുടെ അമ്മയാണ് ബി. എഴുതി നോക്കുക. എയുടെ അമ്മ ബി. ബിയിൽ നിന്നാണ് എ ഉണ്ടായത് അല്ലെ? ഇനി ബിയുടെ അമ്മയാണ് സി. അപ്പൊ സിയിൽ നിന്നാണ് ബി ഉണ്ടായത്. ഇനി എന്താ പറയണേ? സിയുടെ മകനാണ് ഡി. അതായത് സിയുടെ മകൻ ഡി. അപ്പൊ എങ്കിൽ എയുടെ ആരാണ് ഡി? എയുടെ ആരാണ് ഡി? അതായത് ഈ അമ്മയുടെ സഹോദരനായിട്ട് വരും അല്ലെ? അമ്മയുടെ ബ്രദർ ആയിട്ട് വരും. അമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞ അമ്മാവൻ. അപ്പൊ ഏതാണ്? സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ്. മനുവിന്റെ വയസ്സ് എം എന്നും വിനുവിന്റെ വയസ്സ് വി എന്നും കൊടുത്തു. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട്. അപ്പം എം എന്ന് പറയുന്നത് v+10 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം മനുവിന് എന്താവും? m+1 ആവും. വിനുവിന് എന്താവും? v+1 ആവും. അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവും. അതായത് m+1 എന്ന് പറയുന്നത് 2 × v+1 ആണ്. ഇനി എന്താ പറയണേ? മനുവിന്റെ പ്രായം, അതായത് എം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുന്ന് വി നമുക്ക് എങ്ങനെ എഴുതാം? v = m - 10 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ m+1 ഇതിൽ കൊടുത്ത m+1 = 2 × m - 10 + 1 അല്ലെ? അപ്പൊ എന്ത് വരും? ഇവിടെ 2m ഇവിടെ -9 ആവും അല്ലെ? -10ഉം +1ഉം കൂടി കൂട്ടിയ -9 ആവും. അപ്പൊ -18 ആവും അല്ലെ? 2 × -9 എന്ന് പറയുന്നത് -18 ആവും. അപ്പൊ m+1 = 2m - 18. അപ്പൊ എന്താണ്? 2m - m, അതായത് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 2m - m കഴിയുമ്പോ m എന്ന് പറയും. m = ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ +18 ആവും, +18 ആവും. 1 + 18 എത്രയാണ്? 19. അപ്പൊ m എത്രയാണ് വരിക? 19 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.